ഇയാൾ അറിയാതെ കുക്കുംബർ പിക്കിളിൽ മേലെ നിന്നും വീഴും. അവിടെയുള്ള വർക്കേഴ്സ് ഉടനെ തന്നെ ഒരു അടപ്പ് വെച്ച് അതിനെ മൂടും. അതിനുശേഷം എല്ലാവരെയും ആ ഫാക്ടറിയിൽ നിന്നും പോവാനായി പറയും. അന്നത്തോടെ ആ പിക്കിൾസ് ഫാക്ടറിയും ക്ലോസ് ചെയ്യും. ആ ദിവസമാണ് അവസാനം. അന്ന് തുടങ്ങി കറക്റ്റ് 2 വർഷം കഴിഞ്ഞതും ആ ഫാക്ടറിക്ക് 2 ചെക്കന്മാർ വരും. ബെന്നിനെ ഒരു വലിയ പിക്കിൾസിന്റെ ഉള്ളിൽ വെച്ച് പൂട്ടിയിട്ടുണ്ടാവില്ലേ, അത് തുറക്കും. അങ്ങനെ തുറന്നതും ബെൻ എഴുന്നേറ്റ് വരും. അവന്റെ ശരീരത്തിൽ ഒരു പൊടിക്ക് പോലും ഏതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല. അവനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴും അവന്റെ ശരീരത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയും. അതിനുശേഷം അവൻ ആ ഹോസ്പിറ്റലിൽ നിന്നും പോകും. ശേഷമാണ് അവന് മനസ്സിലാവുന്നത് അവന്റെ കൂടെയുള്ളവരെല്ലാവരും മരണപ്പെട്ടു എന്ന്. പിന്നെയും പിക്കിൾസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കുക്കുംബറിന് എന്താ വില എന്ന് ചോദിക്കും. അവിടെയും കുക്കുംബറിന് നല്ല വില എന്ന് കേട്ടതും അവന്റെ കയ്യിൽ ഒട്ടും ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ അവിടെ നിന്നും വരും. അങ്ങനെ വരുന്ന സമയം ഇവൻ ഒരു കുപ്പത്തൊട്ടിയിൽ നിന്നും കുറച്ച് കുക്കുംബറും നല്ല ബോട്ടിലും കിട്ടും. ഇവനും അതിനെയെല്ലാം നല്ലോണം ക്ലീൻ ചെയ്ത് ഓരോ പീസായി കട്ട് ചെയ്ത് ഓരോ ബോട്ടിലിട്ട് അതിൽ സോൾട്ട് ഇട്ട് മഴ വരാനായി വെയിറ്റ് ചെയ്യും. അവസാനം മഴ വന്നതും പിക്കിൾസും റെഡിയായി. ശേഷം അതിനെ എടുത്ത് വിൽക്കാനായി പോകും. അവന്റെ പിക്കിൾസ് ബിസിനസ്സും പോകെ നന്നായി ഡെവലപ്പ് ആകും. അവിടെയുള്ള ജനങ്ങളെല്ലാവരും ഇവന്റെ പിക്കിൾസ് ആസ്വദിച്ചു വാങ്ങും. പെട്ടെന്ന് ഇവന്റെ പിക്കിൾസിന്റെ അവിടേക്ക് കുറച്ചു പേർ വന്ന് ഇവന്റെ പിക്കിൾസ് ഒന്നും വൃത്തിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും എല്ലാം എടുത്തോണ്ട് പോകും.